പരിണയം. അക്ഷിത് പറഞ്ഞിട്ട് പോയതിനു പിന്നാലെ തന്നെ ആരോഹി കമ്പനി വെബ്സൈറ്റിൽ കയറി. ഡ്രസ് കോഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അവളുടെ കണ്ണ് മിഴിഞ്ഞുപോയിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, കമ്പനിയുടെ സിഇഒയുടെ PS-ന്റെ ഡ്രസ് കോഡ് ഒന്നുകിൽ ബ്ലേസർ ബ്ലൗസ് വിത്ത് സ്ട്രൈറ്റ് പാന്റ്, അല്ലെങ്കിൽ കാൽമുട്ടൊപ്പം വരുന്ന ഇറുകിക്കിടക്കുന്ന പെൻസിൽ സ്കേർട്ട്. സീറ്റിൽ വന്നിരുന്നവന്റെ ശ്രദ്ധ മുഴുവൻ അവളിൽ തന്നെയായിരുന്നു. മാറി മാറി വരുന്ന അവളുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ. ആരോഹി സീറ്റിലിരുന്നു കൊണ്ട് തന്നെ അക്ഷിതിനെ നോക്കുമ്പോൾ കാണുന്നത് അവളുടെ മുഖത്തേക്ക് നോട്ടം അയച്ചിരിക്കുന്നവനെയാണ്. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അവൾ മെല്ലെ ചുണ്ടനക്കി അവന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. കമ്പനി റൂളാണ്. ബ്രേക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിസ് ആരോഹി, സമയം കിട്ടുമ്പോൾ അതുകൂടിയൊന്ന് നോക്ക്. അക്ഷിത് അവളെ ചൊടിപ്പിക്കാനായി പറഞ്ഞു. ആരോഹിയുടെ മുഖം വീർത്തു വന്നു. അതേ സമയമായിരുന്നു അക്ഷിതിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അവൻ കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതും ആരോഹി സിസ്റ്റത്തിലേക്ക് മിഴികൾ പായിച്ചു. വെറുതെ ഡ്രസ് കോഡ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയപ്പോഴാണ് ഓപ്ഷനായിട്ട് സാരിയും ഉണ്ടായിരുന്നതായി അവൾ കണ്ടത്. പെട്ടെന്നത് കണ്ടതും അവളുടെ അതിരങ്ങളിൽ ഭംഗിയുള്ളൊരു ചിരി മുട്ടിട്ടു. ഓ, ഇപ്പോഴാ സമാധാനമായത്. തറവാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനൊന്നും ആരും സമ്മതിക്കില്ല. ഇനിയിപ്പോ ചോദിച്ചാൽ, അഥവാ മുത്തശ്ശൻ സമ്മതിച്ചാലും, അർജുനേട്ടൻ. ആരോഹിക്കത് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ അർജുനേട്ടൻ തന്നെ അന്ന് വേണ്ടെന്ന് വെക്കും. അല്ലെങ്കിൽ തന്നെ ആൾ ഉടക്കുവാ. പിന്നെ ഇതും കൂടി ആയാൽ. അവൾ താടിക്ക് കയ്യും കൊടുത്ത് ആലോചനയിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് അവളുടെ ടേബിളില് ഒരു പെൻ വന്നു വീണത്. ഞെട്ടലോടെ ആരോഹി നേരെ നോക്കിയത് അക്ഷിതിയുടെ നേർക്കാണ്. ഇവിടെ ഇരുന്ന് ഡേ ഡ്രീം ചെയ്യാനല്ല ഞാൻ തനിക്ക് സാലറി തരുന്നത്. അപ്പോഴാണ് ആരോഹിയും ഓർത്തത് ഇത്രയും നേരം താൻ ഇവിടെ മറ്റു പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുകയാണെന്ന്. സോറി സർ. അവന്റെ പെന്നെടുത്ത് തന്റെ ടേബിളിൽ പെൻ ഹോൾഡറിലേക്ക് വെച്ചുകൊണ്ട് ആരോഹി വീണ്ടും സിസ്റ്റത്തിലേക്ക് കണ്ണയച്ചു. അന്ന് ലഞ്ച് ബ്രേക്കിന് മുൻപേ തന്നെ ആരോഹിക്ക് വിശന്നു തുടങ്ങി. കാര്യം മറ്റൊന്നുമല്ല, ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ച് കിടന്ന് രാവിലെ കുറച്ചധികം താമസിച്ചാണ് അവൾ ഉറക്കം എഴുന്നേറ്റത്. ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിന്നാൽ ഓഫീസിലെത്താൻ താമസിച്ചാലോ എന്ന് കരുതിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നത്. ശോ, ഒരു ഇഡലിയെങ്കിലും കഴിച്ചിട്ട് വന്നാ മതിയായിരുന്നു. അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ബോട്ടിലിൽ നിന്നും കുറച്ചുകൂടി വെള്ളം കുടിച്ചു. കുറേ നേരമായി അവളുടെ ഈ വെള്ളം കുടിയും വയറ് തടവലും ഒക്കെ കാണുന്നുണ്ട് അക്ഷിത്. ആർ യു ഓക്കെ ആരോഹി? പെട്ടെന്ന് അക്ഷിതിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം ഉയർന്നതും അറിയാതെ തന്നെ ആരോഹി തലയാട്ടിയിരുന്നു. അക്ഷിത് അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാത്ത പോലെ അവളെ രൂക്ഷമായി നോക്കി. ഓക്കെ സർ. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൾ പറഞ്ഞു. അക്ഷിത് ഏൽപ്പിച്ച ഓരോ ജോലിയും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത ആരോഹി മറ്റൊന്നും കൊണ്ടല്ല, വൈകുന്നേരം അർജുനനൊപ്പം പോകാലോ എന്ന ചിന്തയാണ് അവളെക്കൊണ്ട് അതെല്ലാം ചെയ്യിക്കുന്നത്. കാര്യം അർജുന്റെ മനസ്സിലിരിപ്പ് മറ്റു പലതാണെങ്കിലും ആരോഹിയുടെ ഉള്ളിൽ അവനോട് കറതീർന്ന പ്രേമമാണ്. വൈകുന്നേരം ആകാറായപ്പോഴും പതിവില് സന്തോഷത്തോടെ ഇരിക്കുന്ന ആരോഹിയെ അക്ഷിതും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 4 മണിയോടടുത്തപ്പോഴാണ് അക്ഷിതിനൊരു ഇമ്പോർട്ടന്റ് കോൾ വരുന്നത്. ഏകദേശം പണി പൂർത്തിയാക്കി അവരുടെ ഒരു വില്ല പ്രോജക്ട് നടക്കുന്ന സൈറ്റിന്റെ പണിയിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ കണ്ടുപിടിച്ചെന്ന് ആരോപിച്ച് കുറെ അധികം ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും ബാക്കി പണി പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ലെന്നും ആയിരുന്നു ആ ഫോൺ കോളിൽ പറഞ്ഞത്. ആരോഹി, നമ്മുടെ ഒരു പ്രോജക്ട് നടക്കുന്ന സൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വരെ പോകണം. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ ഇഷ്യൂ ആണ്. നമ്മളൊന്ന് ചെന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പ്രോജക്ട് മാനേജർ നോക്കിയിട്ട് ഒന്നും ശരിയായില്ല. അയാളുടെ കയ്യിൽ നിൽക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം. തന്റെ ലാപ്പും നോട്ട്പാഡും എല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ വരാൻ അവൻ ആരോഹിക്ക് നിർദ്ദേശം കൊടുത്തു. അക്ഷതിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ആരോഹിക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവൾ വേഗം ധൃതിയിൽ ലാപ്പും മറ്റു സാധനങ്ങളും പിന്നെ അവളുടെ ഹാൻഡ് ബാഗും ഫോണും കയ്യിലേക്കെടുത്ത് അക്ഷതിന്റെ പിന്നാലെ നടന്നിരുന്നു. അവർ ഓഫീസിന്റെ എക്സിറ്റിൽ എത്തിയപ്പോൾ തന്നെ ഡ്രൈവർ കാർ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തി. ഒരു വില കൂടിയ ബ്ലാക്ക് BMW കാറായിരുന്നു അക്ഷിതിൻ്റെത്. ബാക്ക് ഡോർ തുറന്ന് അക്ഷിത് ധൃതിയിൽ അകത്തേക്ക് കയറിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുവാണ് ആരോഹി. തനിക്കിനി പ്രത്യേക ഇൻവിറ്റേഷൻ വേണോ വണ്ടിയിലേക്ക് കയറാന്? അക്ഷിത് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. കാര്യത്തിന്റെ സീരിയസ്നെസ് അറിഞ്ഞിട്ടും ഇവൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അവന് തോന്നിയൊരു നീരസം. സോറി സർ. അതും പറഞ്ഞുകൊണ്ട് ആരോഹി അവന്റെ പിന്നാലെ കാറിലേക്ക് കയറി. അവിടെ നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു ഇഷ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക്. ഇടയ്ക്ക് ആരോഹിയുടെ കണ്ണുകൾ അക്ഷമയുടെ വാച്ചിലേക്ക് നീണ്ടു. അതേ സമയം തന്നെയായിരുന്നു ആരോഹിയെ തേടി അർജുന്റെ കോൾ വന്നത്. അപ്പോഴാണ് ആരോഹിക്ക് ഓർമ്മ വന്നത് ഇന്ന് വൈകിട്ട് അർജുനൊപ്പം ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ച കാര്യം. അക്ഷിതിന്റെ ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ട് അതിനിടയ്ക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങളും എടുത്തുകൊണ്ട് കാറിലേക്ക് വന്ന് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ അവൾ അതേപ്പറ്റി മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കണോ വേണ്ടയോ, ഇനി എടുത്ത് കാര്യം പറഞ്ഞാൽ അർജുന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അതെന്താകും എന്നൊക്കെയുള്ള ആലോചനകളിൽ ആരോഹിക്ക് ഹൃദയമിടിപ്പ് കൂടി. തനിക്കെന്താ ചെവി കേൾക്കില്ലേ? തന്റെ ഫോണല്ലേ റിങ് ചെയ്യുന്നത്? ഏറെ നേരമായി ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ടും അവൾ കോള് അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതോടെ അക്ഷി ചോദിച്ചു. ഒരു കണ്ണാലെ അവൻ കാണുകയും ചെയ്തു. സ്ക്രീനിൽ ഡിസ്പ്ലേയിലായിരിക്കുന്ന പേര് അർജുനേട്ടൻ. അതിനൊപ്പം ഒരു ഹാർട്ട് സിമ്പലും ഉണ്ട്. ചിരിച്ചുകൊണ്ട് ആരോഹിയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെയും ആരോഹിയുടെയും ഫോട്ടോ, അതും കളർ ഇമേജില്. പെട്ടെന്നത് കണ്ടതും അക്ഷതിന്റെ മുഖം മങ്ങി. കാരണം അറിയാതൊരു പിടച്ചിൽ അവന്റെ ഉള്ളിൽ ഉയർന്നു. പിന്നീട് അവൻ ആരോഹിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ വെറുതെ പുറംകാഴ്ചകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരുന്നു. ആരോഹിയാണെങ്കിൽ അർജുന്റെ കോൾ എടുക്കാതെ ഫോൺ അല്പനേരം സൈലന്റിലിട്ട് വെച്ചു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അവൾക്ക് തോന്നി ഫോൺ എടുത്ത് അർജുനോട് കാര്യം പറയുന്നതാണ് നല്ലതെന്ന്. എപ്പോഴായാലും അവനോട് സത്യം പറയണം. അതിത്തിരി നേരത്തെ ആയാൽ അത്രയും നല്ലത്. അവൾ പതിയെ അർജുന്റെ കോൾ ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ആദ്യത്തെ ബെല്ലിൽ തന്നെ അർജുൻ കോൾ എടുത്തു. നീ എവിടെ ആരോഹി? എത്ര നേരമായി ഞാൻ നിന്റെ ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നു. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അർജുനേട്ടാ. നോട്ടം ഗ്ലാസിനുള്ളിലെ ഉള്ളിലൂടെ പുറത്തേക്കാണെങ്കിൽ പോലും ആരോഹി പറയുന്നതെല്ലാം വ്യക്തമായി തന്നെ കേൾക്കാൻ അക്ഷിതിന് കഴിയുന്നുണ്ടായിരുന്നു. അർജുനേട്ട, അത് ഒരത്യാവശ്യ കാര്യം വന്നപ്പോ എനിക്ക് സാറിന്റെ കൂടെ പുറത്തൊരു പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലം വരെ പോകേണ്ടി വന്നു. കേട്ടുകൊണ്ടിരുന്ന അർജുന്റെ മുഖഭാവം പാടേ മാറി. ഓക്കെ, 10 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. നീ വേഗം ഇറങ്ങിക്കോ. അങ്ങനല്ല അർജുനേട്ടാ, ഞങ്ങളിപ്പോ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അവിടെ ചെന്ന് അതൊന്ന് പരിഹരിച്ച ശേഷമേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. കൊള്ള ആരോഹി, അപ്പൊ എന്റെ വാക്കിന് അത്രയും വിലയെ നീ തന്നിട്ടുള്ളൂ അല്ലേ? നിന്നെ ബോസ് അവിടേക്ക് വിളിച്ചപ്പോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ നിനക്കിന്ന് കൃത്യം 5 മണിക്ക് മറ്റൊരു സ്ഥലം വരെ പോകേണ്ടതായി ഉണ്ടെന്ന്? അർജുന്റെ ആ സംസാരം കേൾക്കി ആരോഹി ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റി ചെറുതായി ഒന്ന് പോറി വിട്ടു. ആ സമയത്ത് സമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അത്. അർജുനേട്ടാ, പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ ഞാൻ അതേപ്പറ്റി പറയാൻ മറന്നുപോയി. നിർത്തി നിർത്തി പതിയെ സാവധാനം ശബ്ദം പരമാവധി കുറച്ച് ആരോഹി സംസാരിക്കുന്നത്. നിങ്ങൾ ഏത് സ്ഥലത്തേക്കാ പോകുന്നേ? പറ, ഞാൻ അവിടേക്ക് വരാം. അർജുന പറഞ്ഞത് ഒരു പകപ്പോടെയായിരുന്നു ആരോഹി കേട്ടത്. വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇത് ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നതല്ലേ. ആരോഹി തിരിച്ചു മറുപടി കൊടുത്തു. ഞാനൊന്ന് കറങ്ങാൻ വിളിച്ചപ്പോ നിനക്ക് മാക്സിമം 1 മണിക്കൂർ, അതിനുള്ളിൽ തിരിച്ചു വീട്ടിൽ ചെല്ലണം. ഇതിപ്പോ ജോലിയുടെ ഭാഗമെന്ന് പറഞ്ഞിട്ട് കണ്ടവന്റെ ഒപ്പം എവിടെ വേണമെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് നടക്കാം.
ഇതിനൊന്നും നിന്റെ തള്ളയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലേ? അർജുൻ പെട്ടെന്ന് അത് ചോദിച്ചപ്പോ വിശ്വാസം വരാത്ത പോലെ ഇരുന്നു പോയി ആരോഹി. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ താൻ ഈ നിമിഷം എന്തു പറഞ്ഞാലും തൊട്ടടുത്തിരിക്കുന്ന അക്ഷിത് അതെല്ലാം കേൾക്കും എന്ന ചിന്ത അവളെ പിന്നോട്ട് വലിച്ചു. അർജുനേട്ടാ, നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. അത്രമാത്രം പറഞ്ഞ് അർജുന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാണ്ട് ആരോഹി ധൃതിയിൽ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ വസ്തിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ, എന്താരോ വിളിച്ചേ? സാധാരണ ആരോഹിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഈ സമയത്ത് വിളികളൊന്നും വരാത്തതുകൊണ്ട് വസുധ അവളോട് ചോദിച്ചു. അമ്മേ, ഓഫീസിൽ നിന്ന് ഞാൻ സാറിന്റെ ഒപ്പം ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും. ആണോ? ഓക്കെ. നീ ഒരുപാട് ലേറ്റ് ആകുമ്പോൾ പറയണേ. അച്ഛനെ ഞാൻ ഓഫീസിന്റെ അവിടേക്ക് വിടാം. അത് കുഴപ്പമില്ലമ്മേ, ഞാനൊരു യൂബർ വിളിച്ചു വന്നോളാം. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് വസുധ. ആരോഹിക്ക് വല്ലാത്ത മനോവേദന തോന്നി. എന്തുകൊണ്ടാണ് അർജുൻ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എത്ര ആലോചിച്ചിട്ടും അവൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോ ആദ്യത്തെ തവണയല്ല അമ്മയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് അർജുൻ പറയുന്നത്. ആരോഗ്യ മനസ്സിലോർത്തു. അതേസമയം അവളുടെ ഫോണിലേക്ക് അർജുന്റെ കോളുകൾ തുടരെ തുടരെ വരുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്തു വിട്ട ആരോഹി. അപ്പോഴേക്കും അക്ഷയുടെ കാറ് ഇഷ്യൂ നടക്കുന്ന ബിൽഡിങ്ങിന്റെ മുൻപിലെത്തി. കുറെ ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അക്ഷയ്ക്ക് മനസ്സിലായിരുന്നു അവരാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവരെന്ന്. അക്ഷി ഡോർ തുറന്ന് ഇറങ്ങാൻ തുടങ്ങും മുമ്പ് തന്നെ അവർ വന്ന് അക്ഷയുടെ കാർ വളഞ്ഞു. ആരോഹിയുടെ കണ്ണു മിഴിഞ്ഞു. ചുറ്റും നിൽക്കുന്നവർ കാറിന്റെ ഗ്ലാസിൽ കൈതട്ടി ഡോർ തുറക്കാനൊക്കെ ആവശ്യപ്പെട്ടു. സർ, എന്താ ഇതൊക്കെ? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആ ചോദ്യം അക്ഷയോട് ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല. അവൾക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണെങ്കിലും അക്ഷയ് ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു അവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല. ആളുകളെ വകഞ്ഞു മാറ്റി ലൂക്കോ അവിടേക്ക് വന്നു. നിങ്ങളൊന്ന് ഒതുങ്ങി നിൽക്ക്, എന്നാലല്ലേ സാറിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. നിങ്ങളെ നേരിൽ കണ്ടൊരു ചർച്ചയ്ക്കാണ് സാറ് വന്നത്. ലൂക്ക പറഞ്ഞതുകൊണ്ട് മുന്നോട്ട് വന്ന അക്ഷി ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു. അക്ഷി പുറത്തേക്കിറങ്ങി. അവന്റെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന മുഖങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി ഇതിനു പിന്നിൽ മറ്റെന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്ന്. ലൂക്കോ, അത്രയുമേ അക്ഷി വിളിച്ചിരുന്നുള്ളൂ. ഓക്കെ സർ. ആ വിളിയുടെ അർത്ഥം മനസ്സിലായതും ലൂക്കോ മറുപടി കൊടുത്തു.